നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 99, സബ് ചാപ്റ്റർ 12. കബീർജിയുടെ ശിഷ്യന്മാരുടെ പരീക്ഷ. പരമോന്നതനായ കബീർ നടത്തിയ അനേകം അത്ഭുതകരമായ ദിവ്യപ്രവൃത്തികളിൽ ആകൃഷ്ടരായി 64 ലക്ഷം ആളുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി തീർന്നു. ഭൂതവും വർത്തമാനവും ഭാവിയും ദൈവത്തിനറിയാം. ഈ അത്ഭുതങ്ങൾ കാണുകയും എന്റെ അനുഗ്രഹത്താൽ അവർ നേടിയ ഭൗതിക നേട്ടങ്ങൾ കാരണവും അവർ എന്നെ വാഴ്ത്തുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഞാൻ ദൈവമാണെന്ന് അവർക്ക് എന്നിൽ വിശ്വാസമില്ല. എന്നാൽ പരസ്പരം അനുകരിച്ചുകൊണ്ട് അവർ പറയുന്നത് നമ്മുടെ സദ്ഗുരു കബീർജി തന്നെയാണ് ദൈവമെന്നാണ്. അവരും അവരുടെ ഗുണങ്ങൾ പറയാറുണ്ടായിരുന്നു. ഒരു ദിവസം പരമോന്നത ദൈവം കബീർജി ശിഷ്യന്മാരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവർ എത്രമാത്രം അറിവ് ഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അവർക്ക് വിശ്വാസമില്ലെങ്കിൽ അവർ മോക്ഷത്തിന് അർഹരല്ല. അവർ എന്റെ തലയിൽ വ്യർത്ഥമായ ഭാരമാണ്. അങ്ങനെ ആലോചിച്ച് അദ്ദേഹം ഒരു പദ്ധതി ഉണ്ടാക്കി. അദ്ദേഹം തന്റെ പരമശിഷ്യനായ രവിദാസിനോട് പറഞ്ഞു, ആനയെ വാടകയ്ക്കെടുക്കുക. കാശി നഗരത്തിൽ സുന്ദരിയായ ഒരു വേശ്യയുണ്ടായിരുന്നു. അവളുടെ വീട്ടിൽ നിന്ന് അല്പമകലെ കബീർജിയുടെ ഒരു ഭക്തയുടെ വീടായിരുന്നു. കബീർജി രാത്രി തന്റെ മുറ്റത്ത് സത്സംഗം ചെയ്യുകയായിരുന്നു. അന്ന് ആ വേശ്യയ്ക്ക് കസ്റ്റമർ ഇല്ലായിരുന്നു. സത്സംഗത്തിന്റെ വാക്കുകൾ കേൾക്കാൻ അവൾ വീടിന്റെ മേൽക്കൂരയിലെ കസാരയിലിരുന്നു. അവൾ രാത്രി മുഴുവൻ സത്സംഗം ശ്രവിച്ചു. രാവിലെ സത്സംഗ സ്ഥലത്ത് പോയി ദൈവമായ കബീർജിയെ സ്വയം പരിചയപ്പെടുത്തി. ഗുരുവേ, എന്നെ പോലെ ഒരു പാപിയെ രക്ഷിക്കാൻ കഴിയുമോ? ജീവിതത്തിൽ ആദ്യമായി ഞാൻ സ്വയം മോക്ഷത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്നുകിൽ ഞാൻ മോക്ഷം പ്രാപിക്കുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുക എന്ന 2 വഴികളേയുള്ളൂ. പരമാത്മാവ് കബീർജി പറഞ്ഞു, മകളെ, ആത്മഹത്യ ചെയ്യുന്നത് ക്രൂരമായ പാപമാണ്. ഒരാൾ ഭക്തി ചെയ്താൽ ദൈവം എല്ലാ പാപങ്ങളും നശിപ്പിക്കും. എന്നിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് ഭക്തി ചെയ്യുക, ഭാവിയിൽ പാപങ്ങൾ ചെയ്യാതിരിക്കുക. ആ സഹോദരി സമ്മതിച്ചു, പ്രതിജ്ഞയെടുത്തു. അവൾ കബീർ ദൈവത്തിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് ഭക്തി ചെയ്യാൻ തുടങ്ങി. ദൈവം കബീർ എവിടെയൊക്കെ സത്സംഗം പറഞ്ഞോ അവിടെയെല്ലാം അവൾ അത് കേൾക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കബീർജിയുടെ ഭക്തർക്ക് അവൾ സത്സംഗത്തിന് വരുന്നത് ഇഷ്ടപ്പെട്ടില്ല. അവർ അവളോട് പറയുമായിരുന്നു, നിങ്ങൾ കാരണം ഗുരുജിയെ അപകീർത്തിപ്പെടുത്തുന്നു, സത്സംഗത്തിന് വരരുത്. നിങ്ങൾ ഗുരുജിയുടെ അടുത്ത് മുൻനിരയിലിരിക്കുക, അവിടെ ഇരിക്കരുത്. പെൺകുട്ടി ഈ കാര്യങ്ങൾ ഗുരു കബീർജിയോട് പറഞ്ഞു. കരയാൻ തുടങ്ങി. പരമാത്മാവ് പറഞ്ഞു, മകളെ, നീ സത്സംഗത്തിൽ തുടർന്നും വരാം. കബീർജി സത്സംഗത്തിലൂടെ വ്യക്തമാക്കുന്നു, സോപ്പും വെള്ളവുമായി സമ്പർക്കം വരാതെ മുഷിന തുണി എങ്ങനെ ശുദ്ധമാകും? അതുപോലെ സത്സംഗത്തിൽ നിന്ന്, ഗുരുവിൽ നിന്ന് അകന്നു നിന്ന് പാപിയായ ഒരാൾക്ക് അവന്റെ അല്ലെങ്കിൽ അവളുടെ മോക്ഷം എങ്ങനെ ലഭിക്കും? ഭക്തർ വേശ്യകളെയും രോഗികളെയും വെറുക്കരുത്. അവർ അവരെ ബഹുമാനിക്കുന്നതിലൂടെ, ആത്മീയ അറിവ് ചർച്ച ചെയ്യുന്നതിലൂടെ അവർ മോക്ഷം പ്രാപിക്കാൻ അവരെ പ്രചോദിപ്പിക്കുന്നു. കബീർജിയുടെ ആവർത്തിച്ചുള്ള ഉപദേശത്തിന് ശേഷവും ഭക്തർ ആ പെൺകുട്ടിയെ സത്സംഗത്തിന് വരുന്നതിൽ നിന്ന് വിലക്കി. ഒഴിവ് കഴിവ് പറയുക പതിവായിരുന്നു. നിങ്ങൾ കാരണം ഗുരുജി കാശിയിൽ അപകീർത്തികരമായി തീർന്നു. കാശിക്കാർ ഞങ്ങളോട് ആവർത്തിച്ചു പറയുന്നു, ഒരു വേശ്യ പോലും നിങ്ങളുടെ ഗുരുജിയെ സന്ദർശിക്കുന്നു. അദ്ദേഹം എന്തൊരു ഗുരുവാണ്. കബീർ പരമാത്മാവ് ആ പെൺകുട്ടിയോട് പറഞ്ഞു, മകളെ, നീ എന്റെ കൂടെ വരൂ, ആനപ്പുറത്തിരിക്കണം. പെൺകുട്ടി പറഞ്ഞു, നിന്റെ കൽപ്പനയാണ് എന്റെ അനുഗ്രഹം. ഗുരുദേവൻ പിറ്റേന്ന് രാവിലെ 10 മണിയോടെ കാശി നഗരത്തിലെ പ്രധാന ചന്തയിലൂടെ മൂവരും ആനപ്പുറത്ത് കയറി. വിശുദ്ധ രവിദാസ് ആനപ്പുറത്ത് കയറുകയായിരുന്നു. പെൺകുട്ടി രവിദാസ്ജിയുടെ പിന്നിലും കബീർജിയുടെ മുന്നിലുമിരുന്നു. അതായത് ഇരുവർക്കും ഇടയിലാണ് അവൾ ഇരുന്നത്. കബീർജി ഒരു കുപ്പിയിൽ ഗംഗാജലം നിറച്ചു. ആ കുപ്പി വായിലാക്കി അയാൾ അത് നുണഞ്ഞുകൊണ്ടിരുന്നു. കബീർജി മദ്യപിക്കുന്നുവെന്ന് ആളുകൾ കരുതി. മദ്യലഹരിയിലായ ഇയാൾ വേശ്യയോടൊപ്പം പരസ്യമായി ബസാറിൽ കറങ്ങുകയാണ്. കാശിക്കാർ പരസ്പരം പറഞ്ഞു, നോക്കൂ, മഹത്തായ പ്രസംഗങ്ങൾ നടത്തിയിരുന്ന കബീർ നെയ്ത്തുകാരൻ ഇന്ന് അവന്റെ ഭാവങ്ങൾ വെളിപ്പെട്ടു. സത്സംഗത്തിന്റെ ഒഴിവ് കഴിവ് കൊണ്ടാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. കാശിയിലെ ജനങ്ങൾ കബീർജിയുടെ ശിഷ്യന്മാരെ കൊണ്ടുവന്ന് കാണിക്കുകയായിരുന്നു, നിങ്ങളുടെ ദൈവത്തിന്റെ പ്രവൃത്തി നോക്കൂ. അവൻ മദ്യപിക്കുകയും ഒരു വേശ്യയുമായി പരസ്യമായി വിഹരിക്കുകയും ചെയ്യുന്നു. ഈ ദൈവിക കർമ്മം കൊണ്ട് ആ വ്യാജ 64 ലക്ഷം ശിഷ്യന്മാർ കബീർജിയെ ഉപേക്ഷിച്ചു. മുമ്പത്തെ ആരാധന രീതി ചെയ്യാൻ തുടങ്ങി. പൊതുജനാഭിപ്രായത്തിൽ കുടുങ്ങി അവർ ഗുരുവിൽ നിന്ന് അകന്നു. ഡൽഹി ചക്രവർത്തി സിക്കന്ദർ ലോധി കാശിയിൽ വന്നപ്പോൾ കബീർ പരമാത്മാവ് ഇത്തരം ദൈവിക പ്രവർത്തികൾ ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്ത് സിക്കന്ദർ ലോധി ചക്രവർത്തി കാശിയിലുണ്ടായിരുന്നു. നെയ്ത്തുകാരൻ കബീർ ഒരു തെറ്റ് ചെയ്യുന്നതായി ഖാജിമാരും പണ്ഡിറ്റുകളും ചക്രവർത്തിയോട് പരാതിപ്പെട്ടു. നാണം കെട്ട് എല്ലാം നശിപ്പിച്ച് ആനപ്പുറത്തിരുന്ന് ഒരു വേശ്യയുമായി പരസ്യമായി ഒരു തെറ്റായ പ്രവൃത്തി ചെയ്യുകയായിരുന്നു.
അയാൾ മദ്യം കഴിക്കുകയായിരുന്നു. അവനെ ഉടൻ പിടികൂടി ഗംഗയിൽ മുക്കിക്കൊല്ലാൻ ചക്രവർത്തി ഉത്തരവിട്ടു. ചക്രവർത്തി സിക്കന്ദർ ലോധി തന്നെ കബീർജിയുടെ കൈകളിലും കാലിലും വിലങ്ങുകളും കഴുത്തിൽ ഇരുമ്പ് കോളറുമിട്ടു. കബീറിനെ ഒരു ബോട്ടിലിരുത്തി അദ്ദേഹത്തെ നദിയുടെ നടുവിലേക്ക് കൊണ്ടുപോയി. പട്ടാളക്കാർ നദിയിലേക്ക് എറിഞ്ഞു. കൈവിലങ്ങുകളും ചങ്ങലകളും ഇരുമ്പ് കോളറും പൊട്ടി നദിയിൽ വീണു. ദേവൻ വെള്ളത്തിന് മുകളിൽ താമരയുടെ പോസിൽ പത്മാസനത്തിലിരുന്നു. ഗംഗാജലം വൃത്താകൃതിയിൽ ഒഴുകിക്കൊണ്ടിരുന്നു. പരമാത്മാവ് സമാധാനത്തോടെ വെള്ളത്തിന് മുകളിൽ ഇരുന്നു. കുറച്ചു സമയത്തിന് ശേഷം കബീർജി ഗംഗയുടെ തീരത്തെത്തി. ഷേഖ് തക്കിയുടെ കൽപ്പന പ്രകാരം പട്ടാളക്കാർ കബീർജിയെ പിടികൂടി ഒരു ബോട്ടിലിരുത്തി. പുറകിലും കാലിലും കനത്ത പാറകൾ കെട്ടി. കൈകൾ കയറുകൊണ്ട് പിന്നിൽ കെട്ടി. ഗംഗാ നദിയുടെ നടുവിലെറിഞ്ഞു. കയറുകൾ പൊട്ടി. പാറകൾ വെള്ളത്തിൽ മുങ്ങി. പരമദൈവമായ കബീർ വെള്ളത്തിന്മേലിരുന്നു കൊണ്ടിരുന്നു. കബീർ ഗംഗാനദിയിൽ മുങ്ങി മരിച്ചില്ലെന്ന് കണ്ടപ്പോൾ പ്രകോപിതനായി. കബീർജിക്ക് നേരെ പീരങ്കി ഉണ്ടകൾ എറിയാൻ ഉത്തരവിടാൻ ഷേഖ് തക്കി ചക്രവർത്തിയെ പ്രേരിപ്പിച്ചു. ആദ്യം കബീർജിക്ക് നേരെ കല്ലെറിയുകയും വെടിയുതിർക്കുകയും അമ്പുകൾ എറിയുകയും ചെയ്തു. ഒടുവിൽ 12 മണിക്കൂറോളം കബീർജിക്ക് നേരെ പീരങ്കി ഉണ്ടകൾ പ്രയോഗിച്ചു. ചിലത് അവിടെ തന്നെ കരയ്ക്ക് സമീപം വീഴുന്നു. ചിലത് മറുകരയിൽ വീഴുകയായിരുന്നു. ചിലത് ദൂരെ ഏതൊരു കുളത്തിൽ വീണു. ഒരു പീരങ്കി ഉണ്ടയോ കല്ലോ വെടിയുണ്ടയോ അമ്പോ പോലും പരമാത്മാവായ കബീർജിയുടെ അടുത്ത് എത്തിയില്ല. ഇതെല്ലാം കണ്ടിട്ടും കാശിക്കാർക്ക് പരമേശ്വരനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ പരമാത്മാവായ കബീർജി കരുതിയത് ഇവർ വിഡ്ഢികളാണെന്നാണ്. ആ നിമിഷം തന്നെ കബീർജി ഗംഗാജലത്തിൽ അപ്രത്യക്ഷനായി. ഭക്തനായ രവിദാസ് ജിയുടെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. നെയ്ത്തുകാരൻ കബീർ മരിച്ചുവെന്ന് കാണികൾ വിശ്വസിച്ചു. ഗംഗയിൽ മുങ്ങി മരിക്കുന്നു. മണലും ചെളിയും അവന്റെ മേൽ അടിഞ്ഞുകൂടിയിരിക്കണം. ആഹ്ലാദിച്ചും നൃത്തം ചാട്ടവും ചെയ്ത് എല്ലാവരും നഗരത്തിലേക്ക് പോയി. ഷേഖ് തക്കി തന്റെ ടീമിനൊപ്പം ടെന്റിലേക്ക് പോയി. നിങ്ങൾ ദൈവം എന്ന് വിളിച്ചിരുന്ന കബീർ മുങ്ങി മരിച്ചുവെന്ന് രവിദാസ്ജിയോട് പറയാൻ. വിശുദ്ധ രവിദാസ്ജിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ കണ്ടു കബീർജി ഒരു ഇക്താര, ഒരു സ്ട്രിംഗ് സംഗീതോപകരണം വായിക്കുന്നു, ഒരു കീർത്തനവും ആലപിക്കുന്നു. ഷേഖ് തക്കി അമ്പരന്നു. അവൻ ചക്രവർത്തിയുടെ അടുത്തേക്ക് പോയി സിക്കന്ദർ ലോധിയോട് പറഞ്ഞു, കബീർ രക്ഷപ്പെട്ടു, അവൻ അവിടെ ഇരിക്കുന്നു രവിദാസിന്റെ വീട്ടിൽ. ഇത് കേട്ട് ചക്രവർത്തി സിക്കന്ദർ ലോധി പോയി സന്ത് രവിദാസിന്റെ കുടിലിലേക്ക് ചെന്നു. ദൈവം കബീർജി അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഒപ്പം ഗംഗാനദിയുടെ മുകളിൽ ധ്യാന നിമഗ്നനായിരുന്നു. ഒരുവൻ കരയിലിരിക്കുന്നത് പോലെ സിക്കന്ദർ ലോധി ചക്രവർത്തി രവിദാസിനോട് ചോദിച്ചു, കബീർജി എവിടെ? സന്ത് രവിദാസ്ജി പറഞ്ഞു, അല്ലയോ ചക്രവർത്തി, അദ്ദേഹം സമ്പൂർണ്ണ ദൈവമാണ്. അദ്ദേഹം അലക്, അല്ലാഹു, പരമാത്മാ മാത്രമാണ്. അവനെ തിരിച്ചറിയുക. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം യജമാനൻ. അദ്ദേഹം ആഗ്രഹിക്കുന്നിടത്തെല്ലാം പോകും. എനിക്ക് അറിയില്ല അദ്ദേഹം എവിടേക്കാണ് പോയതെന്ന്. അറിയുക, അദ്ദേഹം എല്ലാവരിലും ജീവിക്കുന്നു. ആ നിമിഷം തന്നെ ആരോ പറഞ്ഞു, കബീർജി ഗംഗയുടെ നടുവിലിരിക്കുകയാണെന്ന്. ഭക്തിയും ചെയ്യുന്നു. എല്ലാ ആളുകളും ചക്രവർത്തിയും പടയാളികളും വീണ്ടും നദിയുടെ തീരത്തേക്ക് പോയി. കബീർജിയോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ട് ചക്രവർത്തി ഒരു ബോട്ടിൽ മത്സ്യത്തൊഴിലാളികൾ വഴി സന്ദേശം അയച്ചു. മത്സ്യത്തൊഴിലാളികൾ ഏറ്റെടുത്ത് ബോട്ട് കബീർജിയുടെ അടുത്ത് ചെന്ന് സന്ദേശം നൽകി. സിക്കന്ദർ ചക്രവർത്തി നിങ്ങളെ വിളിക്കുന്നു, വരൂ. പരമോന്നത ദൈവം കബീർജി ആ കപ്പലിൽ വലിയ ബോട്ടിൽ ഇരുന്ന് കരയിലെത്തി. സിക്കന്ദർ ചക്രവർത്തി അവനെ വീണ്ടും പിടികൂടി. അദ്ദേഹത്തിന്റെ കൈകളും കാലുകളും കെട്ടിയിട്ട് രക്തദാഹിയായ ആനയാൽ കൊല്ലാൻ ഉത്തരവിട്ടു. പൊതുജനങ്ങൾ ഒരു ഭാഗത്തു നിന്നു. സിക്കന്ദർ ഒരു ഉയർന്ന സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. ദൈവത്തെ കൈകാലുകൾ ബന്ധിച്ച് നിലയിലാക്കി. പാപ്പാൻ, ആനയുടെ ഡ്രൈവർ, ആനയെ മദ്യം കുടിപ്പിച്ചു. കബീർജിയെ ചവിട്ടിക്കൊല്ലാൻ മുന്നോട്ട് നീങ്ങി. കബീർജി തന്റെ അരികിൽ ഒരു സിംഹം നിൽക്കുന്നത് കാണിച്ചു. ആനയ്ക്ക് മാത്രമേ അവനെ കാണാനായുള്ളൂ. ആന കാഹളം മുഴക്കി ഭയന്ന് തിരികെ ഓടി. പാപ്പാന്മാർ അതുകൊണ്ട് ഭയന്നു. കാരണം അവന്റെ ജോലി നഷ്ടപ്പെടും. ആനയെ കുന്തം കയറ്റി കബീർജിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ആന പുറകിലേക്ക് ഓടി. അപ്പോൾ പാപ്പാനും സിംഹം അവിടെ നിൽക്കുന്നത് കണ്ടു. ഭയം കാരണം ആ കുന്തം അവന്റെ കയ്യിൽ നിന്ന് താഴെ വീണു. ആന ഓടി രക്ഷപ്പെട്ടു. പരമമായ ദൈവത്തിന്റെ ചങ്ങലകൾ കബീർജിയുടെ തകർന്നു. കബീർജി എഴുന്നേറ്റു. കൈക്കാലുകൾ നീട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ തല ആകാശത്ത് സ്പർശിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശരീരം തിളങ്ങാൻ തുടങ്ങി. ഭയത്താൽ വിറച്ചു. സിക്കന്ദർ ചക്രവർത്തി പരമദൈവമായ കബീറിന്റെ കാൽക്കൽ വീണു. അവൻ ക്ഷമ പറഞ്ഞു, നീ ദൈവമാണ്, എന്റെ ജീവൻ രക്ഷിക്കൂ. ഞാൻ ഗുരുതരമായ തെറ്റ് ചെയ്തു. ഞാൻ ഇപ്പോൾ നിങ്ങളെ തിരിച്ചറിഞ്ഞു. നിങ്ങൾ തന്നെയാണ് ഭൂമിയിൽ വന്നിരിക്കുന്ന അല്ലാഹു. അപ്പോൾ പരമേശ്വരനായ കബീർ കാശി നഗരത്തിൽ വന്ന് അതേ വേശ്യയുടെ ഗണികയുടെ വീടിന്റെ മുറ്റത്ത് പോയിരുന്നു. പെൺകുട്ടി അദ്ദേഹത്തിന്റെ കാലുകൾ തടവിക്കൊടുക്കുകയായിരുന്നു. അവൾ പരമോന്നത ദൈവമായ കബീർജിയുടെ പാദങ്ങൾ അവളുടെ തുടകളിൽ കയറ്റിവെച്ചു. കുറിപ്പ്: ഈ വാണികളുടെ വിവർത്തനം ഹ്രസ്വമായി മുകളിൽ ചെയ്തിട്ടുണ്ട്. फिर गणिका के संग चले शीशी भरी शराब।
गरीबदास उस पुरी में जुल्हा भया खराब, तारी बाजी पुरी में भिष्ट जुल्हदी नीच। गरीबदास गणिका सजी दहु संतों के बीच, गावत बैन्य बिलासपद गंगाजल पीवंत। गरीबदास वहवल भय मतवाले घूमंत, भड़ू डोटवा सब कहे कोई ना जाने खोज। दास गरीब कबीर करम बाटत शिरका बोझ, देखो गणिका संगी लई कहते कौम 36। गरीबदास इस जुल्हदी का दर्शन आन हदीस, शाह सिकंदर कूण सुनी भिष्ट हुए 2 संत। गरीबदास चारों वरण उठी लागे सब पंथ, चारी वरण शट आश्रम दोनों दीन खुशाल। गरीबदास हिंदू तुरक पड्या शहर गली जाल, शाह सिकंदर के गए सुनी कबले अरदास। गरीबदास तलबान हुई पकड़े दोनों दास, कहो कबीर यौ क्या किया गणिका लिन्ही सन। गरीबदास भूले भक्ति पर्या भजन में भंग, सुनो सिकंदर बादशाह हमरी अरज आवाज। गरीबदास वह राखसी जिन यह साजा साज, जड़िया तोंग जंजीर गल शाह सिकंदर आप। गरीबदास पदलीन है तारी अजपा जाप, हाथों जड़ी हथकड़ी पग बेड़ी पहिराए। गरीबदास बीच गंग में तहा दीन्हा छिटकाए, झड़ी गए तोंग जंजीर सब लगे किनारे आए। गरीबदास देखे खलक स्यो काजी बादशाह, नीचे नीचे गंगाजल ऊपर आसन थीर। गरीबदास बूढ़े नहीं बैठे अधर कबीर, यो अचरज कैसा भया देखे दोनों दीन। गरीबदास काजी कहे बांधी दिया जल सीन, गल में फांसी डारी करी बांधो शिला सुधारी। गरीबदास यह जुल्हदी जब बूढ़े गंगधार, शिला धरी जब नाव में बांधी गले कबीर। गरीबदास फंद टूटी के ना डूबे जलनीर, शिला चली शाह और कौम देखत काशी ख्याल। गरीबदास कबीर का आसन अधर हमाल, तीर बाण गोली चले तो प्रहकलो शोर। गरीबदास उस जुल्हदी के गई एक नहीं और, अधर धार गोले बहे जल के बीच गभाक। गरीबदास उस जुल्हदी पर शस्त्र छूटे लाख, तो प्रहकले सब चले तीर बाण कमान। गरीबदास वह जुल्हदी जल पर रहे अमान, अधरी धार अपार गति जल परी लगी समाधि। गरीबदास निज ब्रह्मपद खेले आदि अनादि, जुलम हुआ बूढ़े नहीं शस्त्र लगे न बाण। गरीबदास इब कौन गति कैसे लीजे प्राण, लगी समाधि अगाध में विचरे काशी गंग। गरीबदास किलोल सर छूहे चरण तरंग, अपनी करनी सब करी ठाके दोनों दीन। गरीबदास अब जुल्हदी बैठी गए जलमीन, डूबिया डूबिया सब कहे हो गए गारद गोर। गरीबदास कबले धनी तुम आगे क्या जोर, चारी पहर गोले बगे धमी मुलक मैदान। गरीबदास पोखर सुखे रहे कबीर अमान, आनंद मंगल होते बटे बधाई बेग। गरीबदास उस जुल्हदी पर फिर गई रेती रेग, हस्ती घोड़े चरत है पान मिठाई चीर। गरीबदास काशी खुशी बूढ़े गंग कबीर, जावो घरी रैदास के हिलकारे हजूर। गरीबदास खुशिया कहो कहियो नहीं कसूर, झालरी ढोलक बजत है गावेन शब्द कबीर। गरीबदास रैदास संगी दोनों एक ही तीर, काजी पंडित सब गए शाह सिकंदर उठ। गरीबदास रैदास के भेष गए जज्जूट, कोठी कुठरे सब झके बासन पींडर गोली। गरीबदास रहदास सुनो कहाँ गए वह बोल, वे प्रगट पूर्ण पुरुष है अविनाशी अलख अल्लाह। गरीबदास रहदास कहे सुनो सिकंदर शाह, सूरजमुखी सुभान सर खिले फूल गुलजार। गरीबदास काजी पंडित करता शाह पुकार, शाह सिकंदर फिर गए उस गंगा के तीर। दास गरीब कबीर हरि बैठे ऊपर नीर,
बैठी मलाह जहाज में गए धार के बीच। गरीबदास हरी हरी करी प्रेम फुहारे सींच। करी अरज मलाह तहां दीन दुनी बादशाह। गरीबदास आसन उधर लगी समाधि जुला। भंवर फिरत है गंग जल फूल उगाने कोटी। गरीबदास तहां बनगी हरिजन हरि की ओट। संकल सीरी लाए करी उतरे तहां मला। गरीबदास हम बनगी याद किए बादशाह। बैठ कबीर जहाज में आए गंगा घाट। गरीबदास काशी थकी हांडे बहा विधि बाट। വിവർത്തനം. വാണി നമ്പർ 726-730. തന്റെ ശിഷ്യന്മാരെ പരീക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ കബീർ ദേവം ഒരു കുപ്പിയിൽ ഗംഗാനദിയിലെ വെള്ളം നിറച്ചു. കാശി നഗരത്തിലെ പ്രശസ്ത വേശ്യയ്ക്ക് സന്ത് രവിദാസ് ജിക്കുമൊപ്പം ഒരു വാടക ആനയുടെ പുറത്തു കയറി കാശി നഗരത്തിലെ പ്രധാന മാർക്കറ്റിന്റെ തെരുവുകളിൽ കറങ്ങാൻ തുടങ്ങി. കുപ്പിയിലെ വെള്ളം കുടിക്കുകയായിരുന്നെങ്കിലും മദ്യം കുടിക്കുന്നത് പോലെയാണ് അദ്ദേഹം പെരുമാറിയത്. രവിദാസ് ജിയാണ് ആനയെ നിയന്ത്രിക്കാൻ കയറിയത്. അവന്റെ പുറകിൽ വേശ്യയിരുന്നു. വേശ്യയുടെ പിന്നിൽ കബീർജി ഒരു കാമുകനെ പോലെ അഭിനയിക്കുന്നു. വേശ്യയുടെ കഴുത്തിൽ കൈവച്ച് ഇരിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ട് കാശി നഗരവാസികൾ കൈകൊട്ടി പറഞ്ഞു, നോക്കൂ, താഴ്ന്ന ജാതിയിലെ നെയ്ത്തുകാരൻ കബീർ മദ്യപിച്ച് വേശ്യയുടെ കഴുത്തിൽ കൈവച്ചലയുന്നു. കബീർ ദേവ് സ്തുതിഗീതങ്ങളും ഭക്തിയുടെ കവിതകളും ആലപിച്ചുകൊണ്ട് ആടിക്കൊണ്ടിരുന്നു. പൊതുജനം ചിന്തിച്ചു, അവൻ കീർത്തനങ്ങൾ പാടുന്നു, വേശ്യയെ അസഭ്യമായി പറ്റിക്കുന്നു, അവൻ നാണം കെട്ടവനായി പോയിരിക്കുന്നു. കാശി നഗരത്തിലെ എല്ലാ പൗരന്മാരും കബീർജിയെ ബട്വ ബട്വ എന്ന് വിളിക്കാൻ തുടങ്ങി. ഒരു വ്യഭിചാരി. എന്നാൽ ദൈവം കബീർ സദ്ഗുരു രൂപത്തിൽ നിരവധി ശിഷ്യന്മാർക്ക് ദീക്ഷ നൽകിയ ഈ രഹസ്യം ആരും മനസ്സിലാക്കിയില്ല. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 104. അവരുടെ പാപഭാരം അദ്ദേഹത്തിന്റെ തലയിലുണ്ടായിരുന്നു. ഗുരുവിന്റെ ആജ്ഞകൾ ശിഷ്യന്മാർ അനുസരിച്ചില്ല. അദ്ദേഹം അവരുടെ ഭാരത്തിൽ നിന്ന് മുക്തി നേടുകയായിരുന്നു. ഈ ദൈവിക പ്രവൃത്തി കണ്ടപ്പോൾ ശിഷ്യന്മാർ നാം ദീക്ഷ ഉപേക്ഷിക്കുകയും കബീർജിയിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാൻ സത്സംഗത്തിന് പോകുന്നത് പോലും അവർ നിർത്തി. ഏത് ശിഷ്യന്മാരാണ് നാമം, അതായത് മന്ത്രം ഉപേക്ഷിച്ചത്, കബീർജി അവരുടെ ഭാരം തന്റെ തലയിൽ നിന്ന് ഒഴിവാക്കി. കാശി നഗരത്തിലെ 36 സമുദായങ്ങളിലെ ആളുകൾ പറഞ്ഞു, നോക്കൂ, അവന്റെ കൂടെ ഒരു ഗണിക, അതായത് വേശ്യയുണ്ട്. ഈ നെയ്ത്തുകാരൻ കബീറിനേക്കാൾ പോലും ഒരാൾക്ക് പാപം സംഭവിക്കുന്നു. വാണി സംഖ്യയുടെ വിവർത്തനം 734-754. അക്കാലത്ത് ഡൽഹിയിലെ രാജാവായ സിക്കന്ദർ ലോധി കാശിയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം പഴയ ഇന്ത്യയുടെ മുഴുവൻ ചക്രവർത്തിയായിരുന്നു. ചെറിയ സംസ്ഥാനങ്ങളും അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്നു. കാശി നഗരത്തിലെ രാജാവായ ബിർദേവ് സിംഗ് ബഘേലും സിക്കന്ദറിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. ഡൽഹി രാജാവ് സിക്കന്ദർ ലോധി നഗരം സന്ദർശിച്ചപ്പോൾ കബീർ ദേവവും അത്ഭുതകരമായ ദിവ്യപ്രവർത്തികൾ ചെയ്യുമായിരുന്നു. എല്ലാ മതങ്ങളിലെയും എല്ലാ മനുഷ്യരും മറ്റെല്ലാ ജീവജാലങ്ങളും തന്റെ മക്കളാണെന്ന് പരമേശ്വരൻ അറിയാം. അദ്ദേഹത്തിന്റെ വചനത്താൽ അവർ ജനിച്ചിരിക്കുന്നു. ഒരു പിതാവെന്ന നിലയിൽ പരമോന്നത ദൈവമായ കബീറും തന്റെ മക്കളെ കാലബ്രഹ്മന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയെങ്കിലും സിക്കന്ദർ എന്റെ കഴിവിനെക്കുറിച്ച് ബോധവാന്മാരാകണമെന്നും തന്റെ ഭരണപ്രദേശത്ത് തന്റെ യഥാർത്ഥ അറിവ് പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം എന്നെ സഹകരിക്കണമെന്നും സ്വന്തം മോക്ഷം നേടണമെന്നും പരമോന്നത ദൈവം കബീർ ആഗ്രഹിച്ചു. ഹിന്ദു ഗുരുവും ബ്രാഹ്മണരും മുസ്ലിം ഖാജിമാരും മുല്ലമാരും ഇന്ത്യയിൽ ഒരിക്കലും പരസ്പരം നന്നായി ഇണങ്ങിയിട്ടില്ല. അവർ എപ്പോഴും മതത്തിന്റെ പേരിൽ ചില സംഘർഷങ്ങൾ ഉന്നയിക്കാറുണ്ടായിരുന്നു. എന്നാൽ കബീർജിയിൽ തെറ്റ് കണ്ടപ്പോൾ എല്ലാവരും ഒന്നിച്ച് കബീർജിയെ ശക്തമായി എതിർത്തു. കാരണം ഇരുമതങ്ങളിലെയും പ്രബോധകരുടെ അറിവ് തെറ്റാണെന്ന് കബീർ ദൈവം തെളിയിച്ചിരുന്നു. ഈ മതപ്രഭാഷകർക്ക് അവരുടെ സ്വന്തം വിശുദ്ധ ഗ്രന്ഥങ്ങളെക്കുറിച്ച് അറിവില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഇവയെല്ലാം പവിത്ര ഗ്രന്ഥങ്ങൾക്ക് വിരുദ്ധമായ അറിവും ഭക്തിയും നൽകുന്നു. തൽഫലമായി ആരാധകർക്ക് ദൈവത്തിൽ നിന്ന് ഒരു ആത്മീയ നേട്ടവും ലഭിക്കുന്നില്ല. കബീർജിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചവർക്ക് തൽക്ഷണം പ്രയോജനം ലഭിക്കുമായിരുന്നു. അക്കാലത്ത് 64 ലക്ഷം ശിഷ്യന്മാരെ കബീർ ദൈവം നേടിയെടുത്തത് ഇതുകൊണ്ടാണ്. എല്ലാവരും നേരത്തെ വളരെ വിഷമത്തിലായിരുന്നു. ദീക്ഷയിൽ നിന്നും അനുഗ്രഹങ്ങളിൽ നിന്നും എല്ലാവരുടെയും വിഷമങ്ങൾ നീങ്ങി എല്ലാവരും സന്തോഷവതികളായി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും വലിയ തോതിൽ കബീർജിയുടെ ശിഷ്യന്മാരായി. ഇക്കാരണത്താൽ മതപ്രഭാഷകർ മതഗുരുക്കൾ കബീർജിയോട് കടുത്ത അസൂയയുള്ളവരായിരുന്നു. ഈ അവസരം അവർ മുതലെടുത്തു. ഡൽഹി ചക്രവർത്തി ഇവിടെയുണ്ടെന്ന് അവർ കരുതി. ഇന്ന് നമുക്ക് ഈ നെയ്ത്തുകാരന് വധശിക്ഷ ലഭിക്കും.
ഇങ്ങനെ ചിന്തിച്ച് ഇരുമതങ്ങളിലെയും ആയിരക്കണക്കിന് ആളുകൾ സിക്കന്ദർ രാജാവിന്റെ വിശ്രമ കേന്ദ്രത്തിലേക്ക് പോയി. കാരണം മനസ്സിലാക്കിയ സിക്കന്ദർ രാജാവ് പൊതുജനങ്ങളെ പ്രീതിപ്പെടുത്താൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ ആ കബീറിനെ ഞാൻ അറസ്റ്റ് ചെയ്തു കൊല്ലും. സന്ത് രവിദാസിനെയും ദൈവം കബീറിനെയും ഭടന്മാർ അറസ്റ്റ് ചെയ്തു. കബീർജി കുറ്റം സമ്മതിച്ചതിനാൽ സന്ത് രവിദാസിനെ വിട്ടയച്ചു. കബീർജി പറഞ്ഞിരുന്നു, രവിദാസിന്റെയോ ഗണികയുടെയോ ഒരു തെറ്റുമില്ല, ഞാൻ എല്ലാം ചെയ്തു. പരമോന്നത പരമാത്മാവ് കബീറിന്റെ അനുഗ്രഹത്താൽ സിക്കന്ദർ ലോധിയുടെ ഭേദപ്പെടുത്താനാവാത്ത രോഗം ഭേദമായി കൊടുത്തിരുന്നു. പരമോന്നത ദൈവം കബീർ രാജാവിന്റെ മുന്നിൽ വെച്ച് രാജാവായ സിക്കന്ദർ ലോധിയാൽ കൊല്ലപ്പെട്ട സ്വാമി രാമാനന്ദനെയും ആൺകുട്ടിയായ കമാലിനെയും പെൺകുട്ടി കമാലിയെയും പുനരുജ്ജീവിപ്പിച്ചു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 105. സിക്കന്ദർ രാജാവും കബീർജിയെ തന്റെ ഗുരുവായി കണക്കാക്കിയിരുന്നു. എന്നാൽ ധാരാളം ആളുകളെ കാണുകയും അത് മാപ്പർഹിക്കാത്ത കുറ്റമായി കണക്കാക്കുകയും ചെയ്തു. തന്റെ ഭരണത്തിൽ ക്രമസമാധാനം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ സിക്കന്ദർ ലോധി കബീർജിയെ അറസ്റ്റ് ചെയ്തു. എന്നിട്ടും ഗുരുവിന്റെ അലങ്കാരം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഓ കബീർജി, നിങ്ങൾക്ക് ഇത്രയും ഉദാത്തമായ ചിന്തകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങളൊരു വേശ്യയെ കൂടെ കൊണ്ടുപോയി. നിങ്ങൾ ഭക്തി മറന്നു. നിങ്ങളുടെ ഭക്തി, അതായത് നാമം, മന്ത്രം വിച്ഛേദിക്കപ്പെട്ടു. നിങ്ങൾ നിങ്ങളുടെ ഭക്തി നശിപ്പിച്ചു. കബീർജി മറുപടി പറഞ്ഞു, ഓ സിക്കന്ദർ ചക്രവർത്തി, നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ശ്രദ്ധിക്കുക. എല്ലാ ബ്രഹ്മാണ്ട പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച ശേഷം അവയെ സുരക്ഷിതമാക്കിയ പരമാത്മാവ് എന്നെയും സംരക്ഷിക്കും. പൊതുജനങ്ങളെ സമാധാനിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെ സിക്കന്ദർ ലോധി രാജാവ് തന്റെ പരമോന്നത ദൈവമായ കബീറിന്റെ കൈകളിലും കാലുകളിലും കഴുത്തിലും ചങ്ങലകളിട്ടു. ഗംഗാ നദിയുടെ മധ്യത്തിൽ വെച്ച് അദ്ദേഹത്തെ കൊല്ലാൻ ഉത്തരവിട്ടു. രാജാവിന്റെ കൽപ്പന പ്രകാരം കബീർജിയെ ഒരു ബോട്ടിൽ ഗംഗയുടെ മധ്യഭാഗത്തേക്ക് കൊണ്ടുപോയി വെള്ളത്തിലിട്ടു. പരമോന്നത പരമാത്മാവ് കബീറിന്റെ കൈകളുടെയും കാലുകളുടെയും കഴുത്തിന്റെയും ചങ്ങലകൾ പൊട്ടി വെള്ളത്തിൽ വീണു. കബീർ ജലത്തിൽ ഉപരിതലത്തിൽ ഇരുന്നു. ഇത് കണ്ട് ഖാജിമാർ പറഞ്ഞു, അദ്ദേഹം മന്ത്രങ്ങൾ കൊണ്ട് ജലത്തെ ഉറപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് അവൻ മുങ്ങി മരിക്കാത്തത്. കബീർജി ജലോപരിതലത്തിൽ കുറെ നേരം ഇരുന്നു. തുടർന്ന് ഗംഗാ നദിയുടെ തീരത്തുള്ള അതേ സ്ഥലത്ത് നിന്നും ബോട്ടിൽ കയറ്റി കൊണ്ടുപോയി. ഗംഗാ നദിയുടെ തീരത്ത് ആയിരക്കണക്കിന് കാണികൾ അവിടെ ഉണ്ടായിരുന്നു. സിക്കന്ദർ രാജാവും ഒപ്പമുണ്ടായിരുന്നു. കാജിമാരും മുല്ലമാരും ബ്രാഹ്മണരും പരസ്പരം ചർച്ച ചെയ്ത ശേഷം രാജാവിനോട് പറഞ്ഞു, അവന്റെ കഴുത്തിൽ കനത്ത പാറ കെട്ടി നദിയുടെ മധ്യത്തിൽ നിർത്തണം, അപ്പോൾ അവൻ മുങ്ങിപ്പോകും. കബീർജിയെ ഒരു ബോട്ടിലിരുത്തി കഴുത്തിൽ കട്ടിയുള്ള ഇരുമ്പ് ചങ്ങല കൊണ്ട് കനത്ത പാറ കെട്ടി ഗംഗാ നദിയുടെ നടുവിലെ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചങ്ങല പൊട്ടി. ജലോപരിതലത്തിൽ അതിവേഗം പൊങ്ങിക്കിടക്കുന്ന പാറ സിക്കന്ദർ രാജാവിന്റെ നേർക്ക് വന്നു. കബീർജി ഒരു സുഖാസനത്തിൽ അനായാസമായ പൂസിൽ വെള്ളത്തിന് മുകളിൽ കാലുകുത്തിയിരിക്കുകയായിരുന്നു. അടിയിൽ അഗാധമായ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. കബീർ ദൈവം വെള്ളത്തിൽ മുങ്ങിയില്ല. തെറിച്ചു വീഴുന്ന വെള്ളത്തിരകൾ പരമദൈവമായ കബീറിന്റെ പാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ടിരുന്നു. രാജാവ് കബീർജിയെ അമ്പെയ്ത് കൊല്ലാൻ ഉത്തരവിട്ടു. ഏറെ നേരം അസ്ത്രമെറിഞ്ഞിട്ടും കബീർജി മരിക്കാതിരുന്നപ്പോൾ ഒരു പീരങ്കി കൊണ്ടുവന്നു. പീരങ്കി ഉണ്ടകളും അമ്പുകളും രണ്ടും കബീർജിയുടെ നേരെ ഏതെങ്കിലും അവയൊന്നും അദ്ദേഹത്തിന്റെ അടുത്തെത്തിയില്ല. ചില പീരങ്കി ഉണ്ടകൾ തീരത്തിന്റെ അതേ വശത്തും ചിലത് അകലെയും നദിയിൽ വീഴുന്നുണ്ടായിരുന്നു. വെള്ളം വറ്റിയ ദൂരെയുള്ള കുളങ്ങളിൽ നിരവധി പീരങ്കി ഉണ്ടകൾ വീണു. ചില പീരങ്കി ഉണ്ടകൾ ഇടത്തോട്ടും വലത്തോട്ടും വീഴുന്നു. ഒരു അമ്പും പീരങ്കിയും പോലും കബീറിന്റെ അടുത്ത് എത്തിയില്ല. ഈ ശ്രമം 4 പഹർ, അതായത് 12 മണിക്കൂർ തുടർന്നു. പക്ഷെ കബീർജി മരിച്ചില്ല. പരമദൈവമായ കബീർ അനശ്വരനാണ്. അനശ്വരനെ കൊല്ലാൻ ആർക്ക് കഴിയും? ഈ ദൈവവൃത്തിയിലൂടെ അവൻ തന്റെ ശക്തി ജനങ്ങളെ കാണിക്കുകയായിരുന്നു. എന്നാൽ കാലഭ്രം അവരുടെ ബുദ്ധിയെ വഞ്ചിച്ചു നിർത്തി. ഇതൊരു സാധാരണ മനുഷ്യനല്ലെന്ന് ആരും ചിന്തിച്ചില്ല. രാജാവും പൊതുജനങ്ങളും എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിച്ചപ്പോൾ ഞങ്ങൾ അവനെ എങ്ങനെ കൊല്ലും? ക്രൂരതകൾ ചെയ്ത എല്ലാവരും ക്ഷീണിതരായപ്പോൾ ദൈവം കബീർ ഗംഗയിൽ മുങ്ങി. കബീർ വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണെന്നാണ് രാജാവും അവിടെ ഉണ്ടായിരുന്നവരും അനുമാനിച്ചത്. അവന്റെ മൃതദേഹത്തിൽ മണലും ചെളിയും അടങ്ങിയിട്ടുണ്ടാകും. കബീർജിയുടെ മരണത്തിൽ ആഹ്ലാദഭരിതരായ ആളുകൾ ചെണ്ട അടിച്ചും പാട്ടുപാടിയും നൃത്തം ചെയ്തും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും തുടങ്ങി. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 106. രാജാവ് വിശ്രമ കേന്ദ്രത്തിലേക്ക് പോയി. കാജിമാരും മുല്ലമാരും പണ്ഡിറ്റുകളും ഒരുമിച്ച് രവിദാസിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ അവർ അകത്തു നിന്നും കബീർജിയുടെ ശബ്ദം കേട്ടു. അവൻ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ അനശ്വരൻ എന്ന് വിളിച്ചിരുന്ന കബീർ മരിച്ചുവെന്ന് രവിദാസ്ജിയോട് പറയാൻ മതഗുരുക്കൾ പോയിരുന്നു.
അവർ വീടിനുള്ളിൽ കയറിയപ്പോൾ കബീർജി രവിദാസ്ജിയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. ഇരുവരും സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ടിരുന്നു. ഇത് കണ്ട് അവർ തിരികെ പോയി കബീർ മരിച്ചിട്ടില്ലെന്ന് സിക്കന്ദറിനെ അറിയിച്ചു. രവിദാസിന്റെ വീട്ടിലാണ് അയാൾ ഇരിക്കുന്നത്. കാശിയിലെ ഗാജിമാരും മുല്ലമാരും പണ്ഡിറ്റുകളുമായ ആയിരക്കണക്കിന് ആളുകൾ രവിദാസ്ജിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ കബീർജിയെ കണ്ടില്ല. അവർ രവിദാസ്ജിയോട് ചോദിച്ചു, കബീർ എവിടെ? അവൻ പറഞ്ഞു, അദ്ദേഹം ഇവിടെ നിന്ന് പോയതേയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഗംഗയിൽ കുളിച്ചു മടങ്ങാം എന്ന് കബീർജി പറഞ്ഞു. രാജാവും ജനങ്ങളും ഗംഗാ തീരത്തിന്റെ അതേ ഭാഗത്തേക്ക് പോയപ്പോൾ കബീർ ദേവൻ മുമ്പത്തെ പോലെ ജലത്തിന്റെ ഉപരിതലത്തിൽ ഇരിക്കുന്നതായി കണ്ടു. അദ്ദേഹം നദിയുടെ മധ്യഭാഗത്തായിരുന്നു ഇരുന്നത്. ഒരു കടത്തുകാരനും മറ്റു ചിലരും ഒരു ചെറിയ കടൽ കപ്പലിൽ പോയി സിക്കന്ദർ രാജാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ചങ്ങലകളാൽ കപ്പലിൽ കെട്ടിയ ഒരു ഗോവണി വെള്ളത്തിൽ തൂക്കിയിട്ടു. കബീർജി പടികൾ കയറി കപ്പലിലിരുന്നു. ഗംഗയിൽ നിന്ന് പുറത്തിറങ്ങി. ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 106, സബ് ചാപ്റ്റർ 13. പരമോന്നത ദൈവമായ കബീറിനെ കൊല്ലാനുള്ള രക്തദാഹിയായ ആനയുടെ തെറ്റായ ശ്രമം. खूनी हाथी मस्त है पग बंधे जंजीर, गरीबदास जहां डारिया मसद बांधी कबीर, सिंह रूप साहिब धरिया भागे उल्टे फील, गरीबदास नहीं समझती यह दुनिया खलील, बने कहरी सिंह जित चोर शिखर आसमान न, गरीबदास हस्ती लख्या दीखे नहीं जहान न, कूटे शीश महावतन अंकुश शीर गरगा, गरीबदास उल्टा भगे तारी दीजे था, भाले कोखो मारिए चरखी छूटे पाक, गरीबदास नहीं निकट जाए किलकी देवे लाख, जैसी भक्ति कबीर की ऐसी करे न कोए, गरीबदास कुंजर थके उल्टे भागे रोए, दुम गोवे मुंडी धुने सैना न समझे एक, गरीबदास दिखे नहीं आगे खड़ा अलेख, पीलवान देखा तबे खड़ा कहरी सिंह, गरीबदास आए तहां धरी मौला बहुरंग, उतरे मौला अरस्ते भाव भक्ति के हित, गरीबदास तब शाह लखे कबीर पुरुष सहित लीला की कबीर ने 2 रूप में रहे दीस, दास गरीब कबीर के पास खड़े जगदीश, जमभाई अंगड़ाइयान लंबे भये दयाल, गरीबदास उस शाहकून मानो दर्शाकाल, कोटि चंद्र शशि भान मुख गिरद कुंड दुम लील, गरीबदास तहा नाटिके भागी गए रनफील नयन लाल भौह पीत है डूंगर नक पहाड़, गरीबदास उस शाहकून सिंह रूप दीदार, मस्तक शिखर स्वर्ग लग दीरघ देह बिलंद, गरीबदास हरि उतरे काटन जम के फंद गिरद नाभि निर्मय कला दुदकारे नहीं कोए, गरीबदास त्रिलोकी में गाज तास की होए ज्यों नरसिंह प्रहलाद के यूं वह नरसिंह एक, गरीबदास हरि आया राखन जन की टेक बार बार सताए कर मस्तक लीना भार, गरीबदास शाह यो कहे बक्सो इबकी बार तहां सिंह योलीन हुआ परचा इबकी बार, गरीबदास शाह यो कहे अल्लाह दिया दीदार सुन काशी के पंडितों काजी मुल्ला पीर, गरीबदास इसके चरण ल्यो अला अलेख कबीर यो कबीर अल्लाह है उतरे काशी धाम, गरीबदास शाह यो कहे झगर मुन्ये बेकाम, काजी पंडित रूठिया हम त्याग्या यूह देश, गरीबदास शटदल कहे जादू सिहर हमेश इन जादू जंतर किया हस्ती दिया भगाए, गरीबदास इतना रहे काशी बिडरी जाए, काशी बिडरी चहो दिशा हाम भन हारा एक, गरीबदास कैसे थंभे बिडरे बहुत अनेक. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 107, പരിഭാഷ. വാണി നമ്പർ 767, 789. കബീർ ദൈവത്തിന്റെ കൈകളും കാലുകളും ബന്ധിച്ച് കൊടും കുറ്റവാളികൾക്ക് കഠിനമായ ശിക്ഷ നൽകുന്ന ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹത്തെ ഇട്ടു. ഇന്നത്തെ സ്റ്റേഡിയത്തിന് സമാനമായിരുന്നു ആ ഗ്രൗണ്ട്. രാജാവും ഭാരവാഹികളും ഒരു വേദിയിലിരിക്കുന്നു. കാണികൾ മൈതാനം വളഞ്ഞിരുന്നു. ആളുകളെ കൊല്ലാൻ ആനയെ പരിശീലിപ്പിച്ചിരുന്നു. മദ്യത്തോടും രക്തത്തോടുമുള്ള ഇഷ്ടം വളർത്തിയെടുക്കാനാണ് ഇത് ചെയ്തിരുന്നത്. രക്തദാഹിയായ ആന എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്.
സിക്കന്ദർ രാജാവും മറ്റു മന്ത്രിമാരും ഇരുന്നു. ചുറ്റും ജനം നിന്നിരുന്നു. ആനക്കാരൻ, ആനപ്പുറത്ത് കയറുന്ന ഒരു പാപ്പാൻ രക്തദാഹിയായ ആനയെ കബീർജിയെ കൊല്ലാൻ കബീർജിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പരമോന്നത ദൈവം കബീർ ആനയ്ക്ക് മാത്രം കാണാവുന്ന ഒരു സിംഹത്തിന്റെ രൂപം കാണിച്ചു. ആന മദ്യപിച്ചിരുന്നു. സിംഹത്തെ കണ്ടപ്പോൾ അത് ഭയന്ന് പുറകിലേക്ക് ഓടി. ആനക്കാരൻ കുന്തം കൊണ്ട് ആനയെ ഇടിച്ചെങ്കിലും ആന കബീർജിയുടെ അടുത്തേക്ക് പോയില്ല. അവിടെ നിൽക്കുന്ന ഒരു സിംഹത്തെ കബീർ ആനക്കാരന് കാണിച്ചു കൊടുത്തു. ആനപ്പുറത്തിരുന്നയാളും ഭയന്ന് ആനപ്പുറത്തു നിന്ന് വീണു. ആന ഓടി രക്ഷപ്പെട്ടു. കബീർ ദേവന്റെ ബന്ധനം പൊട്ടി അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹം നിന്ന് കൈകൾ നീട്ടി അലറി. അദ്ദേഹം വലിയ ഉയരത്തിൽ വളർന്നു. അദ്ദേഹത്തിന്റെ തല ആകാശത്ത് തൊട്ടു. അനന്തമായ സൂര്യന്റെ പ്രകാശം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നു. സിക്കന്ദർ രാജാവിന് മാത്രമേ ഇത് കാണാനാകൂ. രാജാവ് ഭയത്തോടെ എഴുന്നേറ്റ് നിലത്തിറങ്ങി. എന്നോട് ക്ഷമിക്കൂ, ഞാൻ ഗുരുതരമായ തെറ്റ് ചെയ്തു. എനിക്ക് ദൈവത്തിന്റെ ദർശനം ലഭിച്ചു. രാജാവ് പൊതുജനങ്ങളോട് പറഞ്ഞു, ഇത് അല്ലാഹു അക്ബർ ആണ്. അദ്ദേഹം കബീറിന്റെ രൂപത്തിൽ ഭൂമിയിൽ വന്നിരിക്കുന്നു. അവന്റെ പാദങ്ങളിൽ സ്പർശിച്ച് സ്വയം രക്ഷിക്കൂ. പക്ഷേ ഹതഭാഗ്യരായ കാജിമാരും മുല്ലമാരും പണ്ഡിറ്റുകളും പറഞ്ഞു, കബീർ ആനയെ മന്ത്രവാദം നടത്തി ഭയപ്പെടുത്തി. ഞങ്ങൾ പോകുന്നു. ഇത്രയും പറഞ്ഞ് ആ പാപാത്മാക്കളെല്ലാം പോയി. ദൈവം അവന്റെ ശരീരം സാധാരണ വലുപ്പത്തിലേക്ക് ചുരുക്കി സിംഹത്തെ അപ്രത്യക്ഷമാക്കി. അദ്ദേഹം തന്റെ കുടിലിലേക്ക് പോയി. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 107, ചാപ്റ്റർ നമ്പർ 32, ദീക്ഷ സ്വീകരിച്ച ശേഷം. സമ്പൂർണ്ണ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച ശേഷം ഗുരു പറഞ്ഞ ആരാധന പൂർണ്ണ വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടി ചെയ്യുക. കബീർജി പ്രസ്താവിച്ചു. 1. ക്ഷമയോടെ ഇരിക്കുക. कबीर धीरे धीरे रे मना, धीरे सब कुछ होए. माली सींचे 100 घड़ा, समय आए फल होए. അർത്ഥം: ഒരു തോട്ടക്കാരൻ മാവിൻ തൈ മുളപ്പിക്കുന്നത് പോലെ അവൻ അത് നനയ്ക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു മുള ദൃശ്യമാകും. എന്നിട്ടും അദ്ദേഹം ഇടയ്ക്കിടെ നനയ്ക്കുന്നത് തുടരുന്നു. അത് രക്ഷിക്കാൻ അവൻ മുള്ളുകൾ കൊണ്ട് വേലി കെട്ടുന്നു. ഒരു മാവ് മരമാകാൻ ഏകദേശം 8-10 വർഷമെടുക്കും. തോട്ടക്കാരൻ, തോട്ടത്തിന്റെ ഉടമ അല്ലെങ്കിൽ ഒരു വേലക്കാരൻ അതുവരെ ആ ചെടി നനയ്ക്കുന്നു. മാമ്പഴമായി വളരുമ്പോൾ മാമ്പഴം കായ്ക്കുന്നു. അതിൽ ധാരാളം മാമ്പഴങ്ങൾ ഉണ്ടാകുന്നു. അവന്റെ കുടുംബം അവ ഭക്ഷിക്കുകയും അവ വിറ്റ് ഉപജീവനം കണ്ടെത്തുകയും ചെയ്യുന്നു. അതുപോലെ ഭക്തിമന്ത്രത്തിന്റെ വിത്ത് പാകിയ ശേഷം, അതായത് ദീക്ഷ സ്വീകരിച്ച ശേഷം അത് ഉരുവിട്ട് ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നനവ് തുടരണം. ഒരു മാമ്പഴം പോലെ ഭക്തി എന്ന ചെടി ക്രമേണ വളർന്ന് ഒരു മരമാകുമ്പോൾ സന്തോഷത്തിന്റെ കൂമ്പാരങ്ങൾ ഉണ്ടാകും. മാമ്പഴം ടൺ കണക്കിന് മാങ്ങകൾ കായ്ച്ചതുപോലെ ഒരാൾ അവ ഭക്ഷിക്കുകയും അവരിൽ നിന്ന് പണം സമ്പാദിക്കുകയും ചെയ്തു. അതുപോലെ ഒരു ഭക്തന് ക്ഷമ ഉണ്ടായിരിക്കണം. ക്രമേണ അവൻ അല്ലെങ്കിൽ അവൾ ഭക്തിയുടെ ഫലം ലഭിക്കാൻ തുടങ്ങും. 2. വിശ്വാസമുണ്ടായിരിക്കുക. പരമാത്മാവിന്റെ മഹത്വത്തിൽ പൂർണ്ണ വിശ്വാസമുള്ള ആ വ്യക്തിക്ക് മാത്രമേ പരമാത്മാ ഭക്തിയുടെ പ്രയോജനം കൊയ്യാൻ കഴിയൂ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 108, ചാപ്റ്റർ നമ്പർ 33. പരമാത്മാവിന് അസാധ്യമായി ഒന്നുമില്ല. 2 മഹാത്മാക്കൾ ഒരു കാട്ടിലെ പട്ടണത്തിന് പുറത്ത് തങ്ങളുടെ ധർമ്മപരമായ ആചാരങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഒരാൾ തന്റെ വീട് ഉപേക്ഷിച്ച് 40 വർഷമായി മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയായിരുന്നു. രാമനും കഴിഞ്ഞ് 2 വർഷമായി തന്റെ മതപരമായ ആചാരം ചെയ്തു വരികയായിരുന്നു. ദൈവത്തിന്റെ കൊട്ടാരത്തിൽ നിന്നുള്ള ഒരു ദേവദൂതൻ, ദൈവങ്ങളുടെ ദൂതൻ, ദിവസേന 2 ആരാധകർക്കൊപ്പം കുറച്ചു സമയം ചെലവഴിക്കുമായിരുന്നു. 2 ആരാധകർക്ക് ഗ്രാമത്തിന്റെ കിഴക്കും പടിഞ്ഞാറും അവരുടെ ആശ്രമങ്ങൾ ഉണ്ടായിരുന്നു. മൂത്തയാൾക്ക് പടിഞ്ഞാറ് ആശ്രമമുണ്ടായിരുന്നു. ഇളയവന് ഗ്രാമത്തിന്റെ കിഴക്ക് കാട്ടിലായിരുന്നു ആശ്രമം. എല്ലാ ദിവസവും ദേവദൂത് ഓരോരുത്തർക്കുമൊപ്പം 1 മണിക്കൂർ ഇരിക്കുന്നു. അവർ ദൈവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഭക്തരായ 2 പേരും അദ്ദേഹത്തോടൊപ്പം നല്ല സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ദേവദൂതൻ മഹാവിഷ്ണുവിനോട് പറഞ്ഞു, ദൈവമേ, അങ്ങയുടെ 2 പരമഭക്തർ കപില നഗരത്തിന് പുറത്ത് വസിക്കുന്നു. ശ്രീ വിഷ്ണു പറഞ്ഞു, ഒരാൾ പരമഭക്തനാണ്, രണ്ടാമത്തേത് വ്യാജഭക്തനാണ്. ദേവദൂത് ചിന്തിച്ചു, 40 വർഷമായി ആരാധനയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഉറച്ച ഭക്തനായിരിക്കണം. കാരണം അയാൾക്ക് നീണ്ട താടിയും തലയിൽ നീണ്ട മുടിയും 40 വർഷവും നീണ്ടതാണ്. ഭക്തിയുടെ സമയം അത്രയുമാണ്. ദേവദൂത് പറഞ്ഞു, ഭഗവാനെ, 40 വർഷമായി നിന്റെ ഭക്തി അനുഷ്ഠിക്കുന്നവൻ പരമഭക്തനായിരിക്കണം. ദൈവം പറഞ്ഞു, ഇല്ല, 2 വർഷമായി ഭക്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെയാൾ. ദൈവം പറഞ്ഞു, ദേവദൂത്, അങ്ങേക്കെന്നെ വിശ്വാസമില്ലേ? ദേവദൂത് പറഞ്ഞു, ഭഗവാനെ, അങ്ങനെയല്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ പ്രായമുള്ള ആൾ നല്ല ഭക്തനാണെന്ന് എന്നെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നു.
ശ്രീ വിഷ്ണു പറഞ്ഞു, നാളെ അല്പം വൈകി ഭൂമിയിൽ പോകും. വൈകിയതിന് പിന്നിലെ കാരണം ഇരുവരും ചോദിക്കും. ഇന്ന് ദൈവത്തിന് ഒരു ആനയെ സൂചി ദ്വാരത്തിലൂടെ കടത്തിവിടേണ്ടി വന്നു എന്ന് അവരോട് പറയുക. ആ ദിവ്യപ്രവൃത്തി കണ്ടിട്ടാണ് ഞാൻ വന്നത്, അതുകൊണ്ടാണ് ഞാൻ വൈകിയത്. അവർ എന്ത് മറുപടി പറഞ്ഞാലും അതിൽ നിന്ന് പരമഭക്തൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നേരത്തെ ദേവദൂത് ദിവസവും രാവിലെ 8 മണിക്ക് പ്രായം ചെന്ന ആളുടെ അടുത്ത്, ഏകദേശം 10 മണിക്ക് ഇളയവനിലേക്കും, അടുത്ത ദിവസം ഏകദേശം 12 മണിക്ക് പ്രായം ചെന്ന ആളുടെ അടുത്തേക്ക് പോയി. പ്രായമായ ഭക്തൻ വൈകിയതിന്റെ കാരണം ചോദിച്ചപ്പോൾ ദേവദൂത് അവനോട് പറഞ്ഞു, ഇന്ന് 11:30 ദൈവത്തിനൊരു ദിവ്യകർമ്മം ചെയ്യണം. ഞാനത് കണ്ടിട്ടാണ് വന്നത്. 40 വർഷമായി ആരാധന നടത്തുന്ന ഭക്തൻ ചോദിച്ചു, ദൈവം എന്ത് ദൈവിക പ്രവൃത്തിയാണ് ചെയ്തത്? പറയൂ. ദേവദൂത് പറഞ്ഞു, ശ്രീ വിഷ്ണു ഒരു അത്ഭുതം ചെയ്തു. അവൻ ഒരു ആനയെ സൂചിയുടെ ദ്വാരത്തിലൂടെ കടത്തി. അത് കേട്ട് ഭക്തൻ പറഞ്ഞു, ദേവദൂത് കേൾക്കുന്നവർക്ക് വിശ്വസിക്കാവുന്ന തരത്തിൽ ഒരു നുണ പറയുക. ഒരു ആന സൂചിയുടെ ദ്വാരത്തിലൂടെ കടന്നു പോകുന്നത് എങ്ങനെ? എന്റെ മുന്നിൽ വെച്ച് അത് ചെയ്യൂ. ദേവദൂത് അത് മനസ്സിലാക്കി. ദൈവം പറഞ്ഞത് സത്യമാണ്, അവൻ ഒരു മൃഗമാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 103. ദേവദൂത് അത് മനസ്സിലാക്കി. ദൈവം പറയുന്നത് സത്യമാണ്, അവനൊരു മൃഗമാണ്, ഒരു ഭക്തനല്ല. ദൈവം സർവശക്തനാണെന്ന കാര്യത്തിൽ ദൈവത്തിൽ പോലും അവന് വിശ്വാസമില്ല. മനുഷ്യന് ചെയ്യാൻ കഴിയാത്തതെന്തും ദൈവത്തിന് കഴിയും. ഈ മനുഷ്യന്റെ ഭക്തി ഉപയോഗശൂന്യവും വ്യാജവുമാണ്. ദേവദൂത് അവനെ വന്ദിച്ച് യാത്രയായി. ഇളയ ഭക്തന്റെ അടുത്തേക്ക് വന്നു. വൈകുന്നതിന്റെ കാരണം ഭക്തൻ ചോദിച്ചു. ഭക്തൻ എന്തെങ്കിലും മോശം ഭാഷ ഉപയോഗിക്കുമെന്ന് കരുതി ദേവദൂത് മടിയോടെ സംസാരിച്ചു. ദേവദൂത് പറഞ്ഞു, ഭക്ത, ഞാൻ എന്ത് പറയും? ദൈവം ഒരു അത്ഭുതം ചെയ്തു. അത് കണ്ട് ഞാൻ തികച്ചും അത്ഭുതപ്പെട്ടു. ദൈവം ഒരു ആനയെ സൂചി ദ്വാരത്തിലൂടെ കടത്തി. ഇത് കേട്ട ഭക്തൻ പറഞ്ഞു, ദേവദൂത്, ഇതിൽ ആശ്ചര്യപ്പെടാൻ എന്താണുള്ളത്? ആനയെ വിട്ട ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ ഭൂമിയെ മുഴുവൻ കടത്തിവിടാൻ ദൈവത്തിന് കഴിയും. ദേവദൂത് ഭക്തനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, നിന്നെ പ്രസവിച്ച മാതാപിതാക്കൾ ഭാഗ്യവാന്മാർ. ദൈവത്തിലുള്ള നിങ്ങളുടെ ഉറച്ച വിശ്വാസത്തിന് മുന്നിൽ ഞാൻ നമിക്കുന്നു. പ്രിയ വായനക്കാരെ, ഇതൊരു ഉദാഹരണം മാത്രം. യഥാർത്ഥത്തിൽ ഒരു ഭക്തന് താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യാൻ പരമാത്മാവിന് കഴിയുമെന്ന് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. ദൈവത്തിന് ഇത് ചെയ്യാൻ കഴിയില്ല, ദൈവത്തിന് അത് ചെയ്യാൻ കഴിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അപ്പോൾ അവൻ ഭക്തി ചെയ്യാൻ അർഹനല്ല. എന്തിന് ഭക്തി നാടകം കളിച്ച് സമയം കളയണം? ഈശ്വരനിൽ പൂർണ്ണ വിശ്വാസത്തോടെ ഭക്തിയുടെ പാതയിലൂടെ സഞ്ചരിച്ചാൽ ഒരാൾ തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തും.